സംഭവിച്ചേക്കാം. ഈ അടുത്ത് സംഭവിച്ചതാണ്. ഒരു കുടുംബത്തിൽ ഭയങ്കര സൗകര്യങ്ങൾ കൊടുത്ത് വളർത്തിയ ഒരു കുടുംബം. ആ കുടുംബത്തിലൊരു കുട്ടി ഒരു ദിവസം ചോദിച്ചു, എനിക്ക് അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി പറയാം, ഉപ്പനോടും ഉമ്മനോടും പറയാം, എനിക്ക് ഇന്നൊരാളെ ഇഷ്ടമാണ്, കല്യാണം നടത്തി തരണം. വേറെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ആ കുട്ടി ഫയർ ചെയ്ത് അങ്ങനെ സംസാരിച്ചേ. ഉപ്പയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്തപ്പോൾ ഞാൻ മറുപടി പറയാം? ഒരു ഐഡിയയും കിട്ടണില്ല. ഇത് നടത്തി തന്നിട്ടില്ലെങ്കിൽ അയാളുടെ കൂടെ ഞാൻ പോവും. ഒരു ദിവസം കുട്ടി മഗ്‌രിബിന് ശേഷം ഉമ്മ നമസ്കരിച്ചു കൊണ്ടിരിക്കേണ്ട ഇടയിൽ ബാഗ് കൊടുത്ത് ഇറങ്ങിപ്പോയി. നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഒച്ചവിളി ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പയും ഉമ്മയും നോക്കി നിന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എന്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ എന്നറിയോ? നമ്മൾ അടക്കി വെച്ച സ്നേഹം ഉണ്ടല്ലോ, അതിൻ്റെ പ്രശ്നം. വാപ്പ വിചാരിക്കും മകളോട് അല്ലെങ്കിൽ മകനോട് സ്നേഹം കാണിച്ചാൽ അവരെന്തോ ആയിപ്പോവും. ഒന്നും ആയിപ്പോവില്ല. സ്നേഹം കാണിച്ചാൽ ആ സ്നേഹം അവർ തിരിച്ചു തരാനേ ശ്രമിക്കൂ. നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളത് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പ്രകടിപ്പിക്കണം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും മനോഹരമായി, ഏറ്റവും സർഗാത്മകമായി അത് പ്രകടിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് പറ്റൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശം കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു മണിക്കൂറിൻ്റെ സെഷനിലെ ക്ലാസ് കേട്ട് നമ്മുടെ കുടുംബങ്ങളെന്താ നന്നാകാൻ പോകുന്നുണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കേട്ട് നിൽക്കുമ്പോൾ ഒരു ഹരണ്ടാവും. അത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. നല്ല ക്ലാസ് തന്നെയില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഗതി എന്താണെന്നറിയോ? ഒന്നുമില്ല, നമ്മളെ തിരുത്താൻ തയ്യാറായാൽ മാത്രം മതി. എൻ്റെ സ്നേഹം ഇനി എൻ്റെ മക്കളോടും കുട്ടികളോടും ഭാര്യയോടും ഉപ്പയോടും ഉമ്മയോടും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഞാനതിന് ശ്രമിക്കും. നമ്മുടെ വികാരം, നമ്മൾ പലപ്പോഴും പല റീലുകളും കാണലുണ്ട്. ഇൻസ്റ്റഗ്രാം റീലുകളും ഫേസ്ബുക്ക് റീലുകളൊക്കെ കാണും. അതിൽ പല ആളുകളുടെയും പ്രസംഗങ്ങൾ കേൾക്കും. പ്രണയം എന്താണ്, ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന പ്രണയം എന്താണ്, മക്കൾ തമ്മിലുള്ള പ്രണയം എന്താണ്, സ്നേഹം എന്താണ്, ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, വീട്ടിലേക്ക് ഇന്ന് മുതൽ ഭർത്താവിനോട് ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പോഴായിരിക്കും ഭർത്താവ് വേറൊരു മൂഡിലായിരിക്കും. അതോടുകൂടി നമ്മളതെല്ലാം തീർന്നു. അതായത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഒരു വികാരത്തെയും ഒരൊറ്റ ഫ്രെയിമിലിട്ടിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല, നിർവചിക്കാൻ പറ്റൂല. പ്രണയം എന്നുള്ള ഒരു ഒറ്റ വികാരത്തെ ഞാൻ നിർവചിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മാത്രം വിശദീകരണമാണ്. നിങ്ങൾക്കൊക്കെ വേറെ രൂപത്തിലായിരിക്കും. ദേഷ്യം, അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ദേഷ്യം എല്ലാവരും ഒരേപോലെയാണോ പ്രകടിപ്പിക്കുക? അല്ലല്ലോ. ചില ആളുകൾ ദേഷ്യം വരുമ്പോൾ സൈലൻ്റ് ആവും, ഒന്നും മിണ്ടൂല. ചില ആളുകൾ പൊട്ടിത്തെറിക്കും, ഭയങ്കരമായിട്ട് അടിക്കും, ചിലപ്പോൾ ഭയങ്കര കച്ചറ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഉമ്മ തന്നെ പറയും, ഉപ്പനോട് ഇപ്പം ഉണ്ടാകാൻ പോയി നിൽക്കണ്ട, ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ ഒരൊറ്റ സംഗതി മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാരാണോ, നമ്മുടെ മക്കളാരാണോ, അവരുടെ പ്രകൃതത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അവരുടെ പ്രകൃതം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ പ്രകൃതം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ ഒരു പാത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പത്നി തട്ടിയിട്ടതാണ് നമുക്കറിയാം. പ്രവാചകൻ അവിടെ എന്താ ചെയ്തത്? നമ്മളാണെങ്കിൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചോ. ഒരു ഒറ്റ അടി കുറ്റിക്കണ് കൊടുക്കും, എന്നിട്ടേ പിന്നെ ബാക്കി വർത്താനം ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രവാചകൻ ചെയ്ത അതല്ലല്ലോ. ആ പൊട്ടി വീണ ചിതറിയ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പൊറുക്കിയെടുത്തു. ഈ പൊറുക്കിയെടുക്കുന്ന സമയം കൊണ്ട് കൈ തട്ടിപ്പോയ ആ ആള് ആകെ പ്രകമ്പനം കൊണ്ട്, ഞാൻ ആരുടെ അടുത്തു നിന്നാണ് ഇത് തട്ടിയത്, ഞാൻ എന്താ ചെയ്തത്? ഒരൊറ്റ നിമിഷം കൊണ്ട് ആ സാഹചര്യം മൊത്തം മാറി. ഞാൻ ചെയ്തത് ആരോടാണെന്ന് തോന്നിപ്പോയി. ഇത് സർഗാത്മകമായ ഒരു ഇമോഷൻ്റെ പ്രകടനമാണ്. പ്രവാചകൻ അപ്പോൾ ദേഷ്യം വരാഞ്ഞിട്ടൊന്നും ആവില്ല. പക്ഷെ പ്രവാചകൻ ആ ദേഷ്യത്തെ ഏറ്റവും മനോഹരമായാണ് പ്രകടിപ്പിച്ചത്. അത് സ്നേഹമാക്കിയിട്ടാണ് പ്രകടിപ്പിച്ചത്. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഏറ്റവും രസകരമായ നമ്മുടെ വികാരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒരൊറ്റ അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് സമയം ഇല്ല എന്നെനിക്കറിയാം. ഒരുപാട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നിങ്ങൾ കേട്ടതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, സാധാരണ ചെയ്യുന്നത് പോലെ ക്ലാസ്സിൻ്റെ ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ. ഒരു വിഭാഗം കുട്ടികൾക്ക് ക്ലീനിങ്ങിന് ഡ്യൂട്ടി ഉണ്ടാവും. അവർ ആ ദിവസം ക്ലീൻ ചെയ്യും, വേറെ ദിവസം വേറൊരു ടീം ക്ലീൻ ചെയ്യും. അങ്ങനെ ഓരോ ദിവസം ക്ലീൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് എനിക്ക് രാത്രി വിളിച്ചു, ഹലോ മാഷെ തിരക്കിലാണോ? അല്ല, പറഞ്ഞോളൂ, ഞാൻ ഇന്ന കുട്ടിയുടെ ഉമ്മയാണ്. ആ ഓക്കെ, പറഞ്ഞോളൂ.
ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് മാഷെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ രക്ഷിതാവ് അത്ര നല്ല സുഖത്തിലല്ല ഉള്ളത്, അത്ര നല്ല സ്നേഹത്തിലും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ എൻ്റെ കുട്ടീനെ സ്കൂൾക്ക് വിടുന്നത് അടിച്ചു വാരാൻ പഠിപ്പിക്കാനല്ല, ക്ലീനിങ് പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് എൻ്റെ കുട്ടീനെ ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ വളരെ സമാധാനത്തിൽ പറഞ്ഞു, ഓക്കെ ശരി, സാരല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നാളെ മുതൽ ക്ലീനിങ് ഡ്യൂട്ടിയിൽ അവൻ ഉണ്ടാവില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കുട്ടീനോട് മയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് ആ കുട്ടി മാറി നിന്നു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞു. വീട്ടിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അപാരമായ ചേഞ്ച് വന്നു. കാരണം എല്ലാ ദിവസവും കുട്ടി വീട്ടിലേക്കെത്തി ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് കളിക്കാൻ പോണ ആളാണ്. ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഇവർ കുറേ കാലം ഗൾഫിൽ താമസിച്ച ആളുകളാണ്. പിന്നെ നാട്ടിൽ വന്ന് സെറ്റിലായിട്ടാണ് സ്കൂളിൽ ചേർന്നത്. അതുവരെ ഗൾഫ് ജീവിതം നയിച്ച ആളുകളാണ്. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ നിന്ന് പ്രകടനത്തിൽ ഈ പെരുമാറ്റത്തിലൊക്കെ മാറ്റം തുടങ്ങിയപ്പോൾ ഉമ്മ അങ്ങനെ ശ്രദ്ധിച്ചു. എന്താ മാറ്റം എന്നറിയോ? ഈ കുട്ടിൻ്റെ മേശ ഈ കുട്ടി എന്നെ ക്ലീനാക്കും, അവൻ്റെ പുസ്തകങ്ങളൊക്കെ അവൻ കൃത്യമായി അടുക്കി വെക്കും, അവൻ്റെ വിരിപ്പൊക്കെ അവൻ തന്നെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കും. അപ്പോൾ ഉമ്മക്കൊരു അത്ഭുതം, എന്തേ ഇപ്പം ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റി? ഉമ്മ അങ്ങനെ ചോദ്യം ചോദിച്ചു. സങ്കടത്തോടുകൂടി ആ കുട്ടി മറുപടി പറഞ്ഞു. ആ കുട്ടീൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടി മറുപടി പറഞ്ഞു, ഉമ്മ മാഷ് എന്നോട് മാത്രം ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ക്ലീൻ ചെയ്യാറില്ല. എന്നെ കൂട്ടരുത് എന്നാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. ആ കുട്ടി അത് പറഞ്ഞാണ് കരഞ്ഞു. സമയം 10:30 ആ രക്ഷിതാവ് അപ്പം തന്നെ എന്നെ വിളിച്ചു. സർ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ്, ഞാനൊരു ക്ഷമ പറയാൻ വേണ്ടി വിളിച്ച. എന്തേ പറ്റി? എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? ഞാൻ എന്തെങ്കിലും ചെയ്തതിൽ എന്താ പ്രശ്നം നിങ്ങൾ സംഭവിച്ചോ? ഒന്നുമില്ല സർ, ഞാൻ 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് വിളിച്ചിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് സമ്മതം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് വിളിച്ചത്, എൻ്റെ കുട്ടിയെ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിലവന് വല്ലാത്ത വിഷമമുണ്ട് എന്ന് മാത്രമല്ല, അവൻ്റെ പെരുമാറ്റത്തിൽ പ്രകടപരമായി തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവനൊരുപാട് ബോധം വന്നിട്ടുണ്ട്. ആ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നാളെ മുതൽ തന്നെ അവൻ ആഡ് ചെയ്യണം, അവനോട് ക്ലീൻ ചെയ്യാൻ പറയണം. അതെൻ്റെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു സാറേ, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് തിരുത്തി പറയണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാരല്ല, സന്തോഷം, ഒരു കുഴപ്പമില്ല, എനിക്ക് ആ കുട്ടീനെ നന്നായിട്ട് അറിയാം, അവൻ അടിപൊളിയാണ്, നല്ല കുട്ടിയാണ് അവൻ. പിറ്റേ ദിവസം മുതൽ അവൻ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്തത് വളരെ രസകരമായിട്ടാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികളിൽ ഹാബിറ്റായിട്ട് വരിക, ശീലമായിട്ട് മാറുക. നമുക്ക് നല്ല ശീലങ്ങളുണ്ട് എങ്കിൽ അറിയാതെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് ചെയ്താൽ കൊടുക്കാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇങ്ങനെയും ഫാത്തിഹ ഓതാം. ഇതിനാണോ ഭംഗി? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇതിനാണോ സൗന്ദര്യം കൂടുതൽ? ഒന്നാമത്തതിനാണോ രണ്ടാമത്തതിനാണോ സൗന്ദര്യം കൂടുതൽ? ഒരു സംശയവുമില്ല, രണ്ടാമത്തതിനാണ്. നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു സംഗതിയാക്കി മാറ്റാൻ നമ്മൾ മാത്രം ചില താളങ്ങൾ കൊടുത്താൽ മതി. അതിനെ മനോഹരമാക്കാൻ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി.